ജയിലിലെ ഭക്ഷണത്തെക്കുറിച്ചെല്ലാം നമുക്കറിയാം. 3 നേരം സമീകൃത ആഹാരമാണ് ജയിലിൽ ലഭിക്കുന്നത്. ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊന്നിട്ട് ജയിലിന് അടുത്തിടെ പുറത്തിറങ്ങിയ ഗോവിന്ദചാമിയെ നമുക്കെല്ലാം അറിയാം. ജയിൽ പോകും മുമ്പേ ഉള്ള ശരീരവും ജയിൽവാസത്തിന് ശേഷമുള്ള ശരീരവും അജഗജാന്തര വ്യത്യാസമുണ്ടായിരുന്നു. പിന്നെ ഈ ഇടയ്ക്കാണ് ജയിൽ ചാടാൻ വേണ്ടി ഇയാൾ വെയിറ്റ് കുറച്ചത്. ശരിക്കും ഇവരെയൊക്കെ എത്ര കെയർ കൊടുത്ത് നോക്കിപ്പോറ്റേണ്ട കാര്യം നമുക്കുണ്ടോ? ഇത് തന്നെയാണ് ചാക്കോച്ചനും ചോദിക്കുന്നത്. വിദ്യാലയങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ഇപ്പോൾ ജയിലുകളിലെ തടവുകാർക്കാണ് കഴിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ മാറ്റം വരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ സ്കൂൾ കുട്ടികൾക്കായി ഉമാ തോമസ് MLA നേതൃത്വത്തിൽ ആരംഭിച്ച പ്രഭാത ഭക്ഷണ പദ്ധതി ഉദ്ഘാടനം ഇടപ്പള്ളി BTS LP സ്കൂളിൽ നിർവഹിക്കുമ്പോഴായിരുന്നു ചാക്കോച്ചൻ ഇത് പറഞ്ഞത്. വിദ്യാലയങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ഇപ്പോൾ ജയിലുകളിൽ തടവുകാരാണ് കഴിക്കുന്നത്. അത് മാറ്റം വരേണ്ട വിഷയമാണ്. കുറ്റവാളികളെ വളർത്താനല്ല, കുറ്റമറ്റവരെ സംരക്ഷിക്കാനാണ് സർക്കാർ മുൻഗണന നൽകേണ്ടതെന്നുമൊക്കെയാണ് ചാക്കോച്ചൻ പറയുന്നത്. പദ്ധതിയിലൂടെ മണ്ഡലത്തിൽ 28 സർക്കാർ എയ്ഡഡ് LP സ്കൂളുകളിൽ പഠിക്കുന്ന LKG മുതൽ UP വരെയുള്ള 7081 കുട്ടികൾക്കാണ് ഭക്ഷണം നൽകുന്നത്. BPCLന്റെ സഹായത്തോടെ 98 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 165 അധ്യയന ദിനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നത്.